ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ കേരളക്കാരുടെ സ്വന്തം ചക്ക വരട്ടി. അപ്പോൾ നമ്മുടെ റെസിപ്പി കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഓവർ പഴുപ്പായിട്ടുള്ള ഒരു ചക്കയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കുരുവും അതിൻ്റെ പാടയും അതിൻ്റെ പുറത്തെ തോടും എല്ലാം മാറ്റി അതിൻ്റെ ചുള മാത്രമായിട്ട് ഞാൻ മാറ്റിയെടുത്തേക്കുന്നതാണ്. ഇത് ഏകദേശം ഒരു 2.5 കപ്പുണ്ട്. അപ്പോൾ വരിക്കച്ചക്ക വെച്ചിട്ട് ചക്ക വരട്ടി ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്, ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഞാനിവിടെ ചക്ക വരട്ടി ഉണ്ടാക്കാൻ ഒരു എളുപ്പപ്പണി ചെയ്യുവാണ്. സാധാരണ നമ്മുടെ അമ്മമാരൊക്കെ ചക്ക വരട്ടി കുറേ നേരം ഇളക്കിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പണിയൊന്ന് പകുതിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഈ ചക്ക ഒന്ന് അരച്ചെടുക്കുവാണ്. ഞാനിതൊരു മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ആ ഒരു ചക്ക മാത്രം വെച്ചിട്ട് അരച്ച് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ചക്ക വരട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മധുരം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഒരു 4 5 അച്ച് ശർക്കര എടുക്കാം. ഈ ശർക്കരയിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ശർക്കര നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ചക്ക വരട്ടി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു അടി കട്ടിയുള്ളൊരു ഉരുളി എടുത്തിട്ടുണ്ട്. തന്നെ വേണമെന്നില്ല, അടി കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊരു 10 മിനിറ്റോളം നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുക. നമ്മുടെ നെയ്യും നമ്മുടെ ചക്കയും എല്ലാം നന്നായിട്ടൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ചക്കയിൽ ഉള്ള വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മുടെ ചക്ക നന്നായിട്ടൊന്ന് ലൂസായി വരും. ആദ്യമുള്ള പോലെയല്ല, ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നന്നായിട്ട് ലൂസായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ലൂസായി വന്ന സമയത്താണ് ഞാനിവിടെ തിളപ്പിച്ച് മാറ്റി വെച്ചേക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടിത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. കൈവിടാതെ ഇളക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിച്ചെന്ന് വരും. അപ്പോൾ നമ്മുടെ ചക്ക വരട്ടി ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി വീണ്ടും ഒന്ന് മുറുകാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സാധാ നമ്മുടെ പുട്ടിൻ്റെ പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ചക്ക വരട്ടി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിനൊരു മണവും ഫ്ലേവറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ഏലക്ക, കുറച്ച് പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ചെടുത്തത്, പിന്നെ കുറച്ച് ചുക്ക് പൊടിയും കൂടെ ചേർത്ത് ഒരു 3/4 ടീസ്പൂൺ ഉണ്ട്, ഇത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ നമ്മുടെ ചക്ക വരട്ടിക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ചക്ക വരട്ടി നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വരട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 45 മിനിറ്റ് എടുത്തിട്ടുള്ളൂ ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് കൂടെ ഇതിലേക്ക് ഉപയോഗിക്കാം, കുറച്ചുകൂടെ ഓയിലി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ചക്ക വരട്ടി കുറച്ച് കാലം കൂടെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചക്ക വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചക്കയുടെ സീസണാണ്. നിങ്ങളുടെ വീട്ടിൽ ഓവറായിട്ട് പഴുത്ത ചക്കയൊക്കെ വെറുതെ കളയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചക്ക ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. സോ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.